ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൂർണ്ണമായി പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയവും കലങ്ങിമറിയുകയാണ്. 2019 പോലെ സംസ്ഥാനത്തെ ഇത്തവണയും ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇടതുകോട്ടകൾ പലതും നിലംപരിശാവുകയും മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങളും പാർട്ടിയെ കൈവിട്ടു. 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷം നേടിയപ്പോൾ 19 മണ്ഡലങ്ങളിൽ മാത്രമേ LDFന് ഒന്നാമതെത്താനായുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ BJP നിയമസഭയിലും ഇടതിനൊപ്പം നിൽക്കുന്ന സ്ഥിതി LDFന്റെ മുന്നോട്ടുപോക്കിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയത് കൂടാതെ BJP പിടിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് വിഹിതവും ചർച്ചാ വിഷയമാണ്. 2019 ആദ്യമായി സുരേഷ് ഗോപി തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായത്. അതിനു മുമ്പ് 2014 മണ്ഡലത്തിലെ BJPയുടെ വോട്ട് വിഹിതം 11.15%. 2019 സുരേഷ് ഗോപിക്ക് ഇത് 28.19 ഉയർത്താനായി. 17.04% വർധനവാണുണ്ടായത്. മുന്നേറ്റം 2024 ആവർത്തിക്കാനും സുരേഷ് ഗോപിക്കായി. ഇത്തവണ വോട്ട് വിഹിതം 37.80% ഉയർന്നു. ഇടത് മണ്ഡലമായ നാട്ടികയിലാണ് സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. 66,854 വോട്ടുകളാണ് സുരേഷ് ഗോപി നാട്ടികയിൽ നേടിയത്. ഇരിങ്ങാലക്കുടയിലും സമാനമായ സാഹചര്യമാണ് വോട്ടിങ്ങിലുണ്ടായത്. 2021 62,493 വോട്ടുകൾ നേടി മന്ത്രി R ബിന്ദു ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 25,830 വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം നൽകിയത്. മണ്ഡലത്തിലെ ഈ വോട്ട് വീതം വർദ്ധിച്ചതിനൊപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്കൊപ്പം എത്തിയെന്നതും ചർച്ചാ വിഷയമാണ്. CPM മുൻ വർഷങ്ങളിൽ പിടിച്ച വോട്ടുകളാണ് ഇത്തവണ BJPയിലേക്ക് അധികവും ഒഴുകിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJP നടത്തിയ ഈ മുന്നേറ്റം കൂടുതൽ താമര വിരിയിക്കാനുള്ള വളമാകുമെന്നതിൽ സംശയമില്ല. ക്രിസ്ത്യൻ സമുദായങ്ങളെ തങ്ങൾക്കൊപ്പം ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന BJPയുടെ നയത്തിന് ഈ പ്രദേശങ്ങളിലെ വോട്ട് വളർച്ച പ്രചോദനമാകും. എന്നാൽ ഈ ദിശ മാറിയുള്ള ഒഴുക്ക് തുടർന്നാൽ CPMന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നില പരുങ്ങലിലാവും. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പാർട്ടിയുടെ സർവനാശത്തിനുള്ള ആണിക്കല്ലാവും ഇത്. BJP കരുത്തു തെളിയിച്ച മണ്ഡലങ്ങളിൽ പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളായ K രാജന്റെ ഒല്ലൂർ, V ശിവൻകുട്ടിയുടെ നേമം, R ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയും ഉൾപ്പെടുന്നുവെന്നത് ഇടതുപക്ഷത്തിന് തങ്ങളേറെ തിരുത്താനുണ്ടെന്നതിന്റെ തെളിവാവുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് തേരോട്ടം നടത്തുമ്പോൾ ഗാലറിയിലിരുന്ന് കളി കാണേണ്ട ഗതി വരുമെന്നതിൽ സംശയമില്ല.